ഇനി ഇതുമായിട്ടുള്ള കളിയാണ്. ബാ എല്ലാരും ഇവിടെ പോസ്റ്റ് ഇവിടെ പോസ്റ്റ് ഞാൻ കാശിന് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അങ്ങ് പോയി. ഒരു കൊടുത്തപ്പോ വേണമെന്ന് അങ്ങനെ. ഹലോ, ഇന്നിപ്പം അടുക്കള മാറ്റി പുതുക്കി പണിയാനുള്ള സാധനങ്ങളുമായിട്ടാണ് വന്നത്. അപ്പൊ നിങ്ങളെ കാണിക്കാണ്ട് ഞങ്ങൾക്ക് എന്ത് ഒരു ആഘോഷമില്ലെന്ന് അറിയില്ല. നിങ്ങളില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു ആഘോഷം ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചിട്ട് ഇതാ സത്യ പറയുന്നേ, തുറന്നിട്ട് പോലും ഇല്ല. നിങ്ങളെ മുന്നിൽ നിന്ന് തുറന്ന് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തില് വെച്ചതാ. 2 ദിവസമായി വെച്ചിങ്ങനെ കുത്തിരിക്കും നിങ്ങളെയും കാത്തിട്ട്. ഇത് എന്തൊക്കെയാന്ന് വെച്ചാല് നമ്മളെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ മൊത്തം ഡാമേജ്ഡ് ആയിട്ടുണ്ട്. ഒന്നാമത് നോൺ സ്റ്റിക്ക് സാധനം. നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഗ്യാസാണ്, ഗ്യാസിന്റെ മോളല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സാധനങ്ങളൊക്കെ ഒന്ന് പുതുക്കി പണി അയച്ചിട്ട് നമ്മൾ എന്തില്ല ഇരുമ്പ് യുഗത്തിലേക്ക് പോകുക. അപ്പൊ ഇരുമ്പ് സാധനങ്ങൾ വേണം എന്നുള്ള ആഗ്രഹത്തില് നമ്മള് സാധനങ്ങൾ ബുക്ക് ചെയ്ത് നമുക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇനി ഇതുമായിട്ടുള്ള കളിയാണ്. വാ എല്ലാരും നമുക്ക് കാണാം. വാ ആണെങ്കിൽ ഇത്രയും വലിയ പെട്ടി തുറന്ന് എനിക്ക് ശീലമല്ല. ഞാൻ ഇപ്പൊ കുത്തിപ്പൊട്ടിക്കേണ്ടി വരും. എന്തായാലും ആകാംക്ഷയോടെ കാത്തുവെക്കുന്നുണ്ട് ഓരോരുത്തരും എന്താ സംഭവം എന്നുള്ള. വലിയ പെട്ടിയൊക്കെയാണ്. അടുക്കളയിലേക്കുള്ള ഒരു സാധനം ആയതിനെ കൊണ്ട് എന്തോ ഒരു മനസുഖം. ഇതാണ് നമ്മളെ സാധനം. ഓ, ഇരുമ്പ് ചീനച്ചട്ടിയെല്ലാം കാണുമ്പോൾ ഒരു സുഖം. ഇതാട്ടോ സംഭവം. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതാ പിടിക്കുമ്പോ നോക്കിയേ, കാലുമല പോകല്ലേ, വെയിറ്റില്ലേ? ഇതാ നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ഫിനിഷിംഗ് മാത്രമല്ല നല്ല വലിപ്പം ഉണ്ട്. ഞാൻ എന്താ അറിയോ സംഭവം വിചാരിച്ചേ, ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോ ഇരുമ്പിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സമാധാനം അല്ലേ. ഇരുമ്പ് അല്ലെങ്കിൽ നല്ല സ്റ്റീലായിരിക്കണം. ഇതാ കുഞ്ഞു പിടി. ഇതാണ്. ഇത് നമുക്ക് എന്ത് സുഖാന്നറിയോ, മീൻ പൊരിക്കാനൊക്കെ ഏറ്റവും സുഖമുള്ള സാധനം ഇതാണ്. അത് പിടിയുണ്ട്, പക്ഷെ വിചാരിച്ച പോലെ അല്ല. നല്ല കനമുണ്ട് കേട്ടോ. ഇല്ല ഉണ്ടാവും, പക്ഷെ നമുക്ക് പിടിക്കാൻ സുഖ. അതെ ലാസ്റ്റ് ആയിട്ട് എന്താ 3 ഉണ്ടല്ലേ? അതെ അതെ. ഞാൻ ഒന്നാമത് പത്തിരി ചുടുന്ന നമ്മളെ നോൺ സ്റ്റിക്കിന്റെ ഇതല്ലേ, അപ്പൊ അതില് തന്നെ ദോശയെല്ലാം ചുടുന്നേ, അതിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യല്, ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ. ഇത് സൂപ്പർ. നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതിന്റെ ബേക്ക് ഒന്ന് കാണിച്ചേ. ഇൻഡസ് വാലി. ഇതാവുമ്പോ എന്താന്ന് വെച്ചാല് നല്ല അടിപൊളി മസാല ദോശ, ചപ്പാത്തി, പൊറാട്ട ഒക്കെ നമുക്ക് വലിയ വലിപ്പത്തിൽ ചൂടാം. ഇതിന് അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഇൻഡസ് വാലി കുക്ക്വെയറിന്റെ എല്ലാ സാധനങ്ങളും. നമ്മൾ വെച്ചാൽ കാസ്റ്റ് അയൺ കുക്ക്വെയർ ആണ് ഞാൻ നോക്കിയേട്ടോ. കാരണം എന്താ വെച്ചാൽ സ്റ്റീലിനോട് എനിക്ക് ഇഷ്ടമാണ്, എന്നാൽ പോലും സ്റ്റീലിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നുന്നത് കുറച്ച് പഴഞ്ചൻ ചിന്താഗതികളല്ലേ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ചട്ടിയും കലവും അങ്ങനെയുള്ള ഇതില് ഇരുമ്പിന്റെ സാധനല്ലേ. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാട്ടെ. ഇരുമ്പ് നമ്മൾ പണ്ടൊക്കെ ആദ്യം വെള്ളാപ്പം ചൂടൊക്കെ ഇരുമ്പിന്റെ ഇതില്ലല്ലേ, അപ്പം വലിയ ഇതാക്കി ചൂടാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സാധനം നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ സെറ്റാണ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കി കേട്ടോ. കുക്ക്വെയർ സെറ്റ്, ഫസ്റ്റ് സെറ്റ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ ഉള്ളതിനെ കൊണ്ട് തന്നെ 2999 എനിക്ക് 3 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 3 സാധനങ്ങളും കൂടാണ്ട് ഇത് ഈ കാസ്റ്റ് അയേണിന്റെ സാധനം, അതായത് ഇരുമ്പിന്റെ സാധനം കൂടാതെ തന്നെ എന്തുണ്ട്, അതേപോലെ തന്നെ അവർക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കുക്ക്വെയർ ഉണ്ട് കേട്ടോ. സ്റ്റീലിന്റെ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്. ഇതിലും നല്ല ഓഫർ ഉണ്ട്. അതിനെ കൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. പിന്നെ അതിന്റെ കുറെ ക്വാളിറ്റി ഉണ്ട്. താങ്ക് യു നോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ ഒരു നോട്ട് ഉണ്ട്. CME വിഷസ് മധുമിത ആൻഡ് ജഗദീഷ്.
അപ്പൊ നമുക്ക് മൂന്ന് സാധനം കിട്ടി കേട്ടോ. അതില് ഒന്ന് നമ്മളെ ദോശയൊക്കെ ചുടുന്ന തവയും, പിന്നെ ഉള്ള ഇത് കടായി, ഇത് കുറച്ച് കുഴിയുള്ള പാത്രമാണ്. പിന്നെ അതിന്റെ കൂടെ ഇരുമ്പ് ചീനിച്ചട്ടി, വലിയ ചീനിച്ചട്ടി. പക്ഷെ ഫുള്ളി നല്ല എന്താ പറയാ, നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. നല്ല ഷൈനിങ് എന്നല്ല, നല്ലൊരു സ്മൂത്ത് ആണ്. അപ്പൊ ആദ്യം ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ കാസ്റ്റ് അയൺ ആയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, നല്ലോണം വെള്ളമൊക്കെ ചൂടാക്കി സോപ്പിട്ട് നല്ലോണം കഴുകി നല്ലോണം ഉരച്ച് കഴുകുകയൊക്കെ വേണം. അത് ഇതിന്റെ ഇരുമ്പായതുകൊണ്ട് അതിന്റെ കുറച്ച് കറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നന്നായിട്ട് ചെയ്യണം. പണ്ട് അങ്ങനെയാ പറയാ, മെഴുക്കുക എന്ന് പറയും, ചട്ടിയും കല. അപ്പൊ അതേപോലെ നല്ലോണം ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം പിന്നെ ഇത് അടുപ്പത്ത് വെച്ച് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു എണ്ണ പുരട്ടി വെക്കുക. പിന്നെ ഉള്ളി ഉണ്ടല്ലോ, നമ്മളെ വലിയുള്ളി നല്ലോണം ഒന്നുകിൽ അതിൻ്റെ വലിയുള്ളി മുറിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ നല്ല ഇതാക്കി എടുക്കുക. അല്ലെങ്കിൽ ഉള്ളി നല്ലോണം ഉരച്ച് ഇതാക്കുക. അങ്ങനെയാകുമ്പോൾ ഒരു എന്താ പറയുക, വെജിറ്റബിൾ ഓയിൽ ആയിട്ട് ഇത് ഫില്ലായി നല്ല സ്മൂത്തായി വരും. അതിങ്ങനെ കാലക്രമേണയാണ് നല്ല സ്മൂത്ത് ആവുള്ളൂ. ആദ്യം കുറച്ചൊക്കെ ഇത് ഉണ്ടാവും. എന്തായാലും അയൺ കണ്ടന്റ് നമുക്ക് കിട്ടുന്ന ഒരു ഇതായിരിക്കും. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടാണ്, അപ്പൊ അങ്ങനെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ഇവരുടെ അടുത്ത് സാധനം എടുക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇതിലിപ്പോ കുറച്ച് ചെമ്മീനും ആയിട്ടുണ്ട് വൈകുന്നേരം. ഇപ്പൊ ചെമ്മീൻ നല്ല വിലക്കുറവാ. അപ്പൊ പിള്ളേര് നല്ല വിലക്കുറവുള്ളതുകൊണ്ട് ചെമ്മീൻ വാങ്ങി. അപ്പൊ ചെമ്മീൻ ആദ്യം നമുക്ക് ഇതില് വെച്ചിട്ട് ഉണ്ടാക്കാന്നുള്ള വിചാരിക്കുന്നത്. അപ്പൊ കാസ്റ്റ് അയണിന്റെ കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഓർമ്മ, ഇൻഡസ് വാലിന്റെ ഇതില് കാസ്റ്റ് അയൺ പ്യൂർലി ഒരു ഫുള്ളി കാസ്റ്റ് അയൺ ആയിട്ടാണ് പറയുന്നത്. 100% കാസ്റ്റ് അയൺ തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ISO സർട്ടിഫൈഡ് കമ്പനിയൊക്കെയാണ്. നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് കേട്ടോ ഈ സാധനം വാങ്ങിയത്. അപ്പൊ ആർക്കെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി കണ്ടിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അയൺ കണ്ടന്റ് കിട്ടുന്ന ഒരു രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. നോൺ സ്റ്റിക്ക്, അതെ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. എല്ലാ സാധനത്തിനും നല്ല കുഴിയുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതിൻ്റെ അകത്ത് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേച്ചി പറഞ്ഞേ, മുടി സൈഡ് പാർട്ടീഷൻ എടുത്തൊക്കെ ചിലപ്പോൾ രസം ഉണ്ടാവും ചിലപ്പോ എന്ന് പറഞ്ഞപ്പോ ഞാൻ സൈഡ് പാർട്ടീഷൻ എടുത്തു നോക്കി. രസം ഉണ്ടാവും ഇല്ലേ? ഓന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഓന് നടു സാധാ എപ്പോഴും ഞാൻ പോകുമ്പോ ഇടുന്നോട്ടില്ലേ മിഡിൽ പാർട്ടീഷൻ നമുക്ക് സ്റ്റൈല് ചേഞ്ച് വേണ്ടേ? അതന്നെ, ആർക്കായാലും ഒരു ചേഞ്ച് വേണ്ടേ? നിങ്ങൾ പറയട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായ സൈഡ് പാർട്ടീഷൻ. ആ സിദ്ധുവിന് എന്തോ ഒന്ന് പറയാണ്ട് എനിക്ക് സ്കൂളിൽ എന്തോ സംഭവം പീരീഡ്. ഞങ്ങള് PT കളിക്കാനു, ഞങ്ങള് ബോൾ എടുത്ത് വന്ന്. അപ്പൊ ഞാൻ ഹൈറ്റ് കളിച്ച്. അപ്പൊ ടീച്ചർ പറഞ്ഞ് ഹൈറ്റിലൊന്നും അടിക്കണ്ട. അപ്പൊ ഞാനിവിടെ പോസ്റ്റിൽ വെക്കാനു. അപ്പൊ ആശയം എന്ന് പറയുന്ന ഒരുത്തെ അടിച്ച്. അപ്പൊ നേരെ റോഡിന്റെ മേലോട്ട് പോയി. അപ്പൊ ഞങ്ങളെ ബസ് ഡ്രൈവർ വന്ന് എടുത്ത് തന്ന്. ഞങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് എന്താ അറിയോ, കുട്ടിയാണോ അടിച്ചത് അല്ല ഇവനാണോ അടിച്ചത്? ഒരു കാര്യം പറയട്ടെ, ഇവിടെ പോസ്റ്റ് ഞാൻ കാശിന് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അങ്ങ് പോയി. ഓനല്ല അടിച്ചതെന്നാണോ പറയുന്നത്? അപ്പോ നമ്മളെ ചെമ്മീന്റെ പരിപാടിയെല്ലാം കാര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഇതുണ്ട് കേട്ടോ, ഇത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഉള്ളി ഇട്ടോണ്ട് അതിന് സ്റ്റിക്കൊന്നും ആകുന്നൊന്നുമില്ല, അടിയിൽ പിടിക്കുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ, മൊത്തം നല്ല ചൂടുണ്ട്. പെട്ടെന്ന് ഉള്ളി പെട്ടെന്ന് വാടുന്നുണ്ട്. ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതിൽ കിട്ടുന്നുണ്ട്. ആഴുണ്ട് നല്ല രീതിയില്. അന്ന് ബഷീർ ദിനം അപ്പൊ അന്ന് പറഞ്ഞില്ലേ കുഞ്ഞു ഇങ്ങനെ വേഷമൊക്കെ കെട്ടുന്നുണ്ട് ഇങ്ങനെ. ആ എന്ത് സംഭവം എന്തേലും എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? ബഷീർ ദിനത്തിന് ഞാൻ മറ്റേ എന്റെ ഉപ്പൂപ്പന്റെ ഏതോ ഉപ്പൂപ്പാക്കൊരാനുണ്ട്. എന്റെ ഉപ്പൂപ്പന്റെ ഏതോ കഥ. ആ കഥയിലെ പൈസക്കാരനെ പോയി ഞാൻ. അപ്പൊ ആ ക്യാരക്ടർ എനിക്ക് കിട്ടി. നിങ്ങളിങ്ങനെ മറ്റേ ഇങ്ങനെ ഇതിനെന്തേലും പറയാ, ഇങ്ങനെ ജാഥ പോലെ ഇങ്ങനെ അങ്ങനൊന്നുമല്ല.
വീഡിയോ ആയിട്ട് എടുത്ത്. ആ, അപ്പൊ കുറെ കൂടെ അപ്പൊ ഒന്ന് മറ്റേ ബാല്യകാല സഖിയിലെ ബഷീർ എന്റെ അഡ്മിഷന്റെ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. കാരണം പ്രാവശ്യം കുറച്ച് ലേറ്റ് അല്ലേ എല്ലോ, ഭയങ്കര ലാഗ് ആയിട്ടാ വരുന്നത്. ഇന്നലെ വരുന്ന പറഞ്ഞായിരുന്നു ട്രയല് റാങ്ക് ലിസ്റ്റ് അല്ല, ഇന്ന് അത് 8 അത് രണ്ടും അങ്ങനെ വരുന്ന വിചാരിച്ച് ഇന്നലെ കാത്തിരുന്ന്. അപ്പൊ ഉണ്ട് പറയുന്നത് 15 വരുന്നു. 15 ഭയങ്കര ലേറ്റാ. ഓഗസ്റ്റ് 1 തുടങ്ങുന്നതിന് കേട്ടത്, പക്ഷെ ഭയങ്കര ലേറ്റാ, ഭയങ്കര ലേറ്റ് ആയിട്ടാ തുടങ്ങുന്നത്. അപ്പൊ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. എൽ ബി എസിന് വെയിറ്റിംഗ് ആണ്. അത് കാര്യങ്ങളൊക്കെ ഞാൻ അലസിനെ പഠിപ്പിക്കാം. എനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലാതെ കൊണ്ട് ട്യൂഷൻ എടുക്കും. വേറെ ഒരു പണിയില്ലല്ലോ, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആയാലും അടിപൊളി ഇതുണ്ട് കേട്ടോ ഇതില് വെക്കുന്നേരം. നല്ല എന്താ പറയാ, പാത്രവും വലിപ്പമുണ്ട്, വെക്കുമ്പോ നല്ല എളുപ്പത്തിൽ കഴിയുന്നുണ്ട്. സൂപ്പർ അല്ലേ? സിദ്ധുവിന് ഞാൻ വായിക്കൊക്കെ. സിദ്ധു പറഞ്ഞ് അവന്റെ കൈ മുറിഞ്ഞിരിക്കുന്നില്ലായിരുന്നോ നേരത്താ, ചെറുങ്ങനെ എന്തോരോ കുത്തിപ്പോയതാ. ഞാൻ ചെന്നാ പിന്നെ ഞാൻ വാരി കൊടുക്കാന്ന്. എരിഞ്ഞാലോ അല്ലേ എന്നാ നിൽക്കുന്നു. എനിക്കങ്ങനെ വാരിക്കൊടുത്ത ശീലമില്ല. ഒരു കൊടുത്തപ്പോ ഇവരും വേണമെന്ന്. എനിക്കങ്ങനെ വാരിക്കൊടുത്തൊന്നും ശീലമില്ല. ഞാനിങ്ങനെ നീ കഴിക്കണ്ട, ഞാൻ വാരിത്തരുന്നുണ്ട്. ഏറ്റവും നല്ലോണം ഉപകാരപ്പെടുന്ന ഒരു പാത്രം കേട്ടോ അത്. കാരണം എനിക്ക് തോന്നുന്നു പത്തിരി ചട്ടി എന്ന് പറയുന്നത് അത് നല്ല നമുക്ക് പൊറാട്ടയോ അല്ലെങ്കിൽ വലിയ മസാല ദോശ പോലെ ചുടുണ്ടാക്കൂല. നല്ല വീതിയുണ്ട്. അതെ, അതിന് നല്ലോണം പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കറി ഉണ്ടാക്കുന്ന അതിലും അതെ, നമ്മളെന്തായാലും ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ പറയാ ചട്ടി കൊടുക്കാം. അടുക്കളയിൽ എന്തായാലും എന്താ പറയാ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കാസ്റ്റ് അയൺ ആയിട്ടുള്ള സാധനം തന്നെ വെച്ചിട്ടുണ്ട്. അത് ടെൻഷൻ അടിക്കാൻ വേണ്ട. അപ്പൊ എന്തായാലും ഇത് ഒന്നാമത് മറ്റേ കയ്യിലൊക്കെ ഇട്ട് ഇളക്കാൻ സുഖാണ്, നല്ല രസമുണ്ട്. ഉണ്ടാക്കാനും ഒരു ഇതുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും അല്ലെ ഇതുമായിട്ട് ഈ ഇൻഡസ് വാലിന്റെ ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നോക്കിയിട്ട് വാങ്ങാം. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ ഉണ്ട്, ഒരുപാട് സാധനം ഉണ്ട്. കാസ്റ്റ് അയൺ മാത്രമല്ല, അലൂമിനിയത്തിന്റെ ഉണ്ട്, സ്റ്റീലിന്റെ ഉണ്ട്, എല്ലാ കാര്യമുണ്ട്. ഒരു കിച്ചണിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളിലും കിച്ചൺ വെയർസ് അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കമന്റ് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം. എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇനി ശേഷം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.